നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ. ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. BJP എളനാട് ഏരിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും BJPയിലേക്ക് കടന്നുവന്ന ആളുകൾക്ക് ചടങ്ങിൽ വെച്ച് സ്വീകരണവും നൽകി. BJP ചേലക്കര മണ്ഡലം പ്രസിഡന്റ് PS കണ്ണൻ എളനാട് ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും രാജിവെച്ച് BJPയിലേക്ക് കടന്നുവന്ന ആളുകളെ PS കണ്ണൻ ഷാൾ അണിയിച്ച് സ്വീകരിക്കുകയും ചെയ്തു. പഴയന്നൂര്, ചേലക്കര എന്നീ പഞ്ചായത്തുകൾ രണ്ട് വിഭജനം എന്നുള്ള രീതിയിൽ നമ്മൾ വിഭജിച്ച് ചേലക്കര പഴയന്നൂർ പഞ്ചായത്ത് 20 ബൂത്തും 10 ബൂത്തായി വിഭജിച്ച് എളനാട് ഏരിയ എന്നുള്ള തലത്തിൽ നമ്മൾ സംഘടനാപരമായി സംഘടനാ പ്രവർത്തനം താഴത്തെ തട്ടിലെത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് ഒരു എളനാട് ഏരിയ എന്നുള്ള രീതിയിൽ നമ്മൾ ഇങ്ങനൊരു സംവിധാനം പാർട്ടി നിശ്ചയിച്ചത്. വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എളനാട് ഒരു പഞ്ചായത്ത് തന്നെ രൂപീകൃതമാകും എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. എളനാട് പഞ്ചായത്ത് രൂപീകരിച്ചാൽ ആദ്യത്തെ പഞ്ചായത്തിന്റെ ഭരണസമിതി ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടും എന്നതിൽ യാതൊരുവിധ സംശയവും നിങ്ങൾക്ക് ആർക്കും വേണ്ട. കാരണം ഭാരതീയ ജനതാ പാർട്ടിക്ക് എളനാട് മേഖലയിൽ ഇന്ന് BJPയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സംഘടനാ പ്രവർത്തനവും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനവും നടത്താൻ പറ്റാത്ത സാഹചര്യമാണ് ഇന്ന് എളനാട് കേന്ദ്രീകൃതമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചേലക്കര മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ തന്നെ കുറേ കാലങ്ങൾക്ക് ശേഷം ഭാരതീയ ജനതാ പാർട്ടിക്ക് പുതിയൊരു സംവിധാനം വന്നതിന് ശേഷം ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തനം നടത്തുന്ന ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ ഒരു ഏരിയ എന്ന് പറയുന്നത് എളനാടാണ്. പാർട്ടി ഏത് പരിപാടി നിശ്ചയിച്ചാലും അത് നല്ല രീതിയിൽ ഇപ്പോൾ പാർട്ടി തൃശ്ശൂർ പ്രോഗ്രാമുകളായിക്കോട്ടെ അല്ലെങ്കിൽ സംഘടനാപരമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ 6 മാസക്കാലമായിട്ട് 100% ബൂത്തുകളിലും മൻ കി ബാത്ത് കണ്ട് അപ്ലോഡ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് 100% 6 മാസക്കാലമായിട്ട് എളനാട് ഏരിയയാണ്. 10 ബൂത്ത് എന്ന് പറഞ്ഞാൽ 10 ബൂത്തിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ മാസത്തിലും നമ്മൾ മൻ കി ബാത്ത് കാണുകയും സരള ആപ്പിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഏരിയ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എളനാട് നമുക്ക് ബാരികേല മലയല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാം. കാരണം എളനാടിനെ സംബന്ധിച്ചിടത്തോളം കാലങ്ങളായിട്ട് എനിക്കറിയാവുന്നൊരു മേഖലയാണ്. ഭാരതീയ ജനതാ പാർട്ടിക്ക് അടിവേരുള്ള പഞ്ചായത്ത് അല്ലെങ്കിൽ ഏരിയ എന്നുള്ള രീതിയിൽ സംഘടനാ പ്രവർത്തനം നടത്തുക, അതിനൊരു ആസ്ഥാനം വേണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇവിടെ ഒരു ഏരിയ ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഓഫീസ് ഉദ്ഘാടനം നടപ്പിലാക്കുന്നത്. 100% വരാൻ പോകുന്ന ഭാരതീയ ജനത ഏതൊരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിജയം എന്ന് പറയുന്നത് സംഘടനാ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമല്ല, ഏതൊരു തെരഞ്ഞെടുപ്പിലും ഭാരതീയ ജനതാ പാർട്ടി 1ാം സ്ഥാനത്ത് എത്തുമ്പോഴാണ് നമ്മൾ പ്രവർത്തിച്ചതിനുള്ള വിജയം എന്താണ് എന്നുള്ളത് നമുക്ക് കാണിക്കാൻ പറ്റുക. ഏരിയ പ്രസിഡന്റ് K വിനോദ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. ചേലക്കര നിയോജക മണ്ഡലം വിസ്താരക് S രാജു, മണ്ഡലം വൈസ് പ്രസിഡന്റ് ഉണ്ണി ബാബു, ഷീല പണിക്കർ, മണ്ഡലം സെക്രട്ടറി P കൃഷ്ണകുമാർ, വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന അർച്ചിത് പുരോഹിത് സഹസംയോജക് KU ഷാജി ശർമ്മ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആശാദേവി, SC മോർച്ച ജില്ലാ ട്രഷറർ സുരേഷ് V വെന്നൂർ, കർഷക മോർച്ച മണ്ഡലം ട്രഷറർ R ചന്ദ്രൻ, പഴയന്നൂർ ഏരിയ വൈസ് പ്രസിഡന്റ് KP വിജയകുമാർ, ഏരിയ സെക്രട്ടറി സന്തോഷ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ K അജയ്, സംഗീത് നമ്പ്യാർ, യുവമോർച്ച ഏരിയ പ്രസിഡന്റ് V വിജേഷ് തുടങ്ങിയവരും പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. റൈറ്റ് വിഷൻ ന്യൂസ്, പഴയന്നൂർ.